വരെ നടി ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ ഇന്നലെ ജാമ്യം ലഭിച്ചിട്ടും പുറത്തിറങ്ങാതെ ഇന്ന് രാവിലെ മാത്രം പുറത്തിറങ്ങിയതിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. നാടകം കളിക്കുകയാണോ എന്ന് ചോദിച്ച കോടതി വേണ്ടി വന്നാൽ ജാമ്യം റദ്ദാക്കുമെന്നും വ്യക്തമാക്കി. പുറത്തിറങ്ങാൻ വൈകിയത് എന്തുകൊണ്ടാണ് എന്ന് വിശദീകരണം നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ഇതോടൊപ്പം തന്നെ ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്ന് പുറത്ത് ഇറങ്ങുന്ന ദൃശ്യങ്ങൾ കൂടി കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കേസ് അല്പസമയത്തിനകം വീണ്ടും പരിഗണിക്കും. അതേസമയം ജാമ്യം ലഭിച്ചിട്ടും പുറത്തിറങ്ങാത്ത സാഹചര്യത്തിൽ കോടതി സ്വമേധയാ ഇന്ന് കേസെടുക്കുമെന്ന് വന്നതോടെ ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങി. നിസാര കേസുകൾക്ക് റിമാൻഡിലായി കാലാവധി കഴിഞ്ഞിട്ടും അവിടെ തുടരേണ്ടി വരുന്ന സഹതടവുകാരെ സഹായിക്കാനാണ് ഇന്നലെ പുറത്തിറങ്ങാതെ ഇരുന്നത് എന്ന് ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങിയ ശേഷം പറഞ്ഞു. ബില്ല് കൊടുക്കാതെ ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിലൊക്കെ പിടിച്ചിട്ടുള്ള കേസുകൾ, ചെറിയ ചെറിയ കേസുകളുണ്ട്. 10-26 കേസുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് 5000-10000 ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ്. അങ്ങനെ 10-26 പേര് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം, അതിനുള്ള ഒരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ നിന്നുള്ളൂ. കോടതി ഇലക്ഷൻ അല്ലേ, അങ്ങനെ ജാമ്യം കിട്ടിയിട്ട് പുറത്തിറങ്ങാത്ത ഒരു കോടതി ഇലക്ഷൻ അല്ലേ, ജാമ്യം അനുവദിച്ചിട്ടും പുറത്തിറങ്ങാത്ത. ആന്റണി ജിസ് ജോർജ് വിവരങ്ങളുമായിട്ട് ചേരുന്നു. ആന്റണി ജിസ് ജോർജ്, ഇന്ന് രാവിലെ 9:30 മണിയോടുകൂടിയാണ് ഈ വാർത്തയ്ക്ക് ഇതുവരെ ഇല്ലാതിരുന്ന വഴിത്തിരിവുകൾ വന്നത്. ആ വഴിത്തിരിവിന്റെ തുടക്കം എന്ന് പറയുന്നത് ഹൈക്കോടതി ഈ ഒരു വിഷയത്തിൽ ജാമ്യം ഇന്നലെ ലഭിച്ചിട്ടും ഇതുവരെയും പുറത്തിറങ്ങാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതി ആ വിഷയം സ്വമേധയാ എടുക്കുന്നു, അത് പരിഗണിക്കാൻ പോകുന്നു, രാവിലെ 10:15 അത് പരിഗണിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത കേരള വിഷൻ ന്യൂസ് അടക്കമുള്ള ചാനലുകളിൽ ബ്രേക്കിംഗ് ന്യൂസായി പോകുന്നു. അതിന് തൊട്ട് പിറകെ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? MS, ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയൊരു വിവരം എന്ന് പറയുന്നത് കേസ് ഇപ്പോൾ വീണ്ടും കോടതി പരിഗണിച്ചിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാപ്പപേക്ഷ അറിയിച്ചിരിക്കുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ എന്നുള്ളതാണ്. ഈ പുറത്തിറങ്ങാൻ വൈകിയതിൽ മാപ്പ് ചോദിക്കുന്നു കോടതിയോട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്നുള്ളത്. ഏതായാലും ആ ഹർജി ഇപ്പോൾ ആ കാര്യം 1 മണിക്ക് പരിഗണിക്കാനായി കോടതി മാറ്റിയിരിക്കുകയാണ്. ഏതായാലും നേരത്തെ രാവിലെ ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിലൊക്കെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ കോടതി ഉന്നയിച്ചത്. നിങ്ങൾ എന്താണ് നാടകം കളിക്കുകയാണോ, കഥ മെനയുകയാണോ, വേണ്ടി വന്നാൽ ജാമ്യം റദ്ദാക്കി അറസ്റ്റ് ചെയ്യും എന്നുള്ള വിമർശനങ്ങൾ അടക്കം കോടതി നൽകിയിരുന്നു. പിന്നാലെ എന്തുകൊണ്ട് പുറത്തിറങ്ങാൻ വൈകി എന്ന് വിശദീകരിക്കണമെന്ന് കോടതി ഈ ബോബി ചെമ്മണ്ണൂരിനോട് ആവശ്യപ്പെട്ടു, അഭിഭാഷകരോട് ആവശ്യപ്പെട്ടു. അങ്ങനെ 12 മണിക്ക് ഇത് വിശദീകരണം നൽകാനാണ് കോടതി പറഞ്ഞത്. പക്ഷേ 12 മണിക്ക് ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിലും നൽകിയ വിശദീകരണം തൃപ്തികരമല്ല എന്നുള്ളതാണ് കോടതി പറയുന്നത്. കൃത്യമായ വിശദീകരണം വേണം എന്നുള്ളതാണ് ഇപ്പോൾ കോടതി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. മാത്രമല്ല, പുറത്തിറങ്ങി മാധ്യമങ്ങളോട് എന്താണ് പറഞ്ഞതെന്ന് അറിഞ്ഞെന്ന് കോടതി പറയുന്നു. എന്താണ് ഇന്നലെ ഇറങ്ങാതിരുന്നത്, എന്താണ് അതിനുള്ള കാരണം, അത് കൃത്യമായി തന്നെയുള്ള മറുപടി വേണം എന്നുള്ളതാണ്. ബോബിയോട് ഫോണിലൂടെ വിവരങ്ങൾ ചോദിച്ചറിയാൻ ഇപ്പോൾ കോടതി അഭിഭാഷകനോട് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഏറ്റവും ഇപ്പോൾ എന്നുള്ളതാണ്. ആരും നിയമത്തിന് അതീതനല്ല, ബോബി ചെമ്മണ്ണൂർ നിയമത്തിന് അതീതനല്ല എന്നുകൂടി കോടതി ആവർത്തിക്കുന്നു. നാടകം കളിക്കുകയാണോ എന്ന് കോടതി വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നു. ഏതായാലും നിരുപാധികം മാപ്പ് പറയുന്നു എന്നുള്ളതാണ് ബോബി ചെമ്മണ്ണൂർ പ്രധാനമായും ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ കോടതി ഇപ്പോൾ അത് കേട്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. 1 മണിക്ക് വീണ്ടും അത് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ആ മാപ്പപേക്ഷ പരിഗണിക്കും. ഏതായാലും 1:45 ഇനി ആ കേസ് പരിഗണിക്കുക. ആ ഘട്ടത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കോടതിയോട് യുദ്ധപ്രഖ്യാപനമാണോ നടത്തുന്നതെന്ന് വീണ്ടും കോടതി ചോദിക്കുകയാണ്. ജയിലിന് പുറത്തിറങ്ങിയ ശേഷം മാധ്യമങ്ങളോട് എന്തു പറഞ്ഞു എന്ന് വിശദമാക്കണമെന്നും കോടതി ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പറയുകയാണ്. അതുപോലെ തന്നെ രണ്ടാമത് കേസ് പരിഗണിച്ചപ്പോഴും നാടകമാണോ കളിക്കുന്നതെന്ന് കോടതി ചോദിക്കുന്നു. ഏതായാലും കേസ് 1:45 പരിഗണിക്കാനായി ഇപ്പോൾ ഹൈക്കോടതി മാറ്റി. ഈ ചോദ്യങ്ങളെല്ലാം കോടതിയുടെ പരാമർശ രൂപത്തിലുള്ളതും ചോദ്യോത്തര രൂപത്തിലുള്ളതുമാണ്. ഇതൊരു വിധി പ്രസ്താവമോ മറ്റോ അല്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും ഇത്തരം ചോദ്യങ്ങൾക്ക് നാടകീയതയുടെ സ്വഭാവമുള്ളതുകൊണ്ട്, അതൊരു സിനിമാറ്റിക് സ്വഭാവമുള്ളതുകൊണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഡയലോഗ് ഡെലിവറി ആയതുകൊണ്ട് അങ്ങേയറ്റം മാധ്യമ ശ്രദ്ധ നേടും. അതിലേറ്റവും പ്രധാനപ്പെട്ട സിനിമാറ്റിക് ആയിട്ടുള്ള ഡയലോഗ് ആദ്യം പുറപ്പെടുവിച്ചത് ബോബി ചെമ്മണ്ണൂർ തന്നെയായിരുന്നു. സ്വാഭാവികമായിട്ടും വിധി പുറപ്പെടുവിക്കുകയും ജാമ്യം നൽകാൻ തീരുമാനിക്കുകയും ചെയ്ത ജസ്റ്റിസിനെ
പോലീസിനെ സംബന്ധിച്ചിട്ടും കോടതിയെ സംബന്ധിച്ചിട്ടും കോടതിയെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ നാവിൽ നിന്ന് അത് വന്നത്. ജാമ്യം വേണം എന്ന് അഭിഭാഷകർ ആവശ്യപ്പെടുന്നു. ശരി, ജാമ്യം നൽകുന്നു. ജാമ്യം ലഭിച്ചിട്ട് കിട്ടിയ ജാമ്യവുമായിട്ട് അവിടെ തന്നെ ഇരിക്കുന്നു, പുറത്തു പോകുന്നില്ല. എന്തുകൊണ്ട് പുറത്തു പോകുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ജയിലിനകത്ത് സാമൂഹ്യ പരിഷ്കരണം നടപ്പാക്കാൻ പോവുകയാണ്. ജയിലിനകത്തെ മറ്റ് സഹതടവുകാരുടെ റിമാൻഡ് കാലാവധി കഴിഞ്ഞും തുടരേണ്ടി വരുന്ന അവരോട് സഹതാപം തോന്നി. അവർ എത്രമാത്രം മനുഷ്യാവകാശ ലംഘനമാണ് അനുഭവിക്കുന്നത് എന്ന് തോന്നി. അവരെ സംഘടിപ്പിക്കുന്നു, അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ ജയിലിനകത്ത് ഒരു സാമൂഹ്യ പരിഷ്കർത്താവിനെ പോലെയുള്ള ഒരു വേഷത്തിലേക്ക് ബോബി ചെമ്മണ്ണൂർ മാറുന്നു. ഇതൊക്കെ ജാമ്യം നൽകിയ കോടതിയെ സംബന്ധിച്ചിട്ട് വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്നായിട്ട് വരും. അതുകൊണ്ട് തന്നെയാണ് സഹതടവുകാരുടെ കാര്യം അത് കോടതി നോക്കിക്കൊള്ളാം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഇതൊരു നാടകമാണോ എന്നുള്ള ചോദ്യം വരുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആന്റണി ജിസ് ജോർജ് ഹണി റോസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും കാര്യങ്ങൾ മാറുകയും കോടതിയും ബോബി ചെമ്മണ്ണൂരുമായിട്ടുള്ള മുഖാമുഖമായിട്ടുള്ള വാഗ്വാദമോ സംഭാഷണമോ പോലെയൊക്കെയായി തീരുകയും ചെയ്യുന്നു. ശ്രദ്ധ ഹണി റോസ് ഉന്നയിച്ച ലൈംഗികാധിക്ഷേപ വിഷയത്തിൽ നിന്ന് തൽക്കാലത്തേക്കെങ്കിലും മാറുകയും മറ്റു ചില കേന്ദ്രങ്ങളിലേക്ക് വിഷയം മാറുകയും ചെയ്യുന്നു. ഒരു ഭാഗത്ത് ബോബി ചെമ്മണ്ണൂർ അദ്ദേഹത്തിൻ്റെ പൊതുസമൂഹ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ചാരിറ്റി പ്രവർത്തനത്തിൻ്റെയും സാമൂഹ്യ സേവനത്തിൻ്റെയും ഒരു പ്രതിച്ഛായ, ആ പ്രതിച്ഛായയ്ക്ക് ആക്കം കൂട്ടുകയാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ജയിൽ മുറിയിലകത്ത് പോയിട്ടും റിമാൻഡിൽ കഴിഞ്ഞിട്ട് പോലും ആ മനുഷ്യന് സഹതടവുകാരോടുള്ള വലിയ സഹതാപമായിരുന്നുവല്ലോ എന്ന് ഒരു പക്ഷേ ബോച്ചയുടെ ആരാധകർക്ക് കോരിത്തരിക്കാൻ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതിച്ഛായ നിർമ്മിതി അതിനകത്ത് സംഭവിക്കുന്നു. പക്ഷേ കോടതിയോട് നാടകം കളിക്കേണ്ടതില്ല എന്നുള്ള യുദ്ധപ്രഖ്യാപനം കോടതിയോടാണോ എന്നുള്ള ചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്യുന്നു. ഇനി 1:45 ആന്റണി ജിസ് ജോർജ് സൂചിപ്പിച്ച ആ 1:45 എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. ആന്റണി ജിസ് ജോർജ് ഒരു കാര്യം സൂചിപ്പിക്കുകയുണ്ടായി, നിരുപാധികം ഇതിനെല്ലാം മാപ്പ് ചോദിക്കുന്നു എന്ന് ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി അഭിഭാഷകൻ പറഞ്ഞത് കോടതിയുടെ മുമ്പിൽ ഔദ്യോഗികമായി എത്തപ്പെട്ടുവോ ഇല്ലയോ എന്നുള്ള സംശയം ആന്റണി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അത് എത്തപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം 1:45 കോടതി ഇത് പരിഗണിക്കുമ്പോഴും ഒരു വലിയ ആശങ്ക ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ചിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും കോടതി ഇപ്പോഴും ചോദിക്കുന്നത് എന്താണ് നിങ്ങൾ പുറത്തിറങ്ങാതിരുന്നതിനുള്ള കാരണം, അത് കൃത്യമായി വ്യക്തമാക്കണമെന്നുള്ളതാണ്. കോടതി ഈ 12 മണിക്ക് ഈ കേസ് പരിഗണിച്ചപ്പോഴും പറയുന്നത്. ഈ നേരത്തെ വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് 12 മണിക്ക് കേസ് പരിഗണിച്ചത്. ആ ഘട്ടത്തിലും ഈ വിശദീകരണം തൃപ്തികരമല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കോടതി പറയുന്നത്. നിലവിൽ ഇത്രയും വൈകി എന്ന് പറയുന്നത്, അതായത് റിലീസിംഗ് ഓർഡർ ലഭിച്ചു എന്ന് പറയുന്നത് വൈകിയാണ് ലഭിച്ചതെന്ന് പറയുന്നു ഒന്നും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം 4:45 ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട റിലീസിംഗ് ഓർഡർ കോടതി നൽകിയതാണ്. 3:30 ഔദ്യോഗിക ഉത്തരവിറങ്ങി. റിലീസിംഗ് ഓർഡർ താൻ ജില്ലാ ജഡ്ജിയോട് വിളിച്ചു ചോദിച്ചു. 4:30 ഈ റിലീസിംഗ് ഓർഡർ നൽകിയതാണ്. പിന്നെ എന്തുകൊണ്ട് വൈകി എന്നുള്ളത് കൃത്യമായി തന്നെ വ്യക്തമാക്കണമെന്നുള്ള ആ ഒരു ആവശ്യം, ഒരു നിർദ്ദേശം, അല്ലെങ്കിൽ ആ ഒരു നിർദ്ദേശമാണ് കോടതി ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇക്കാര്യങ്ങളിൽ കൃത്യമായി വ്യക്തത ഉണ്ടായേ മതിയാകൂ എന്നുള്ളത് തന്നെയാണ്. ഇനി ഇപ്പോൾ കോടതി അഭിഭാഷകരോട് പറഞ്ഞത് ഇതിൽ കൃത്യമായൊരു വ്യക്തത വേണം. അതിന് ബോബി ചെമ്മണ്ണൂരിനോട് ഫോണിൽ തന്നെ വിളിച്ച് ചോദിച്ച വിവരങ്ങൾ എന്താണെന്ന് ചോദിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ കാര്യത്തിൽ എന്താണ് ഈ മാധ്യമങ്ങളോട് പറഞ്ഞത്, പുറത്ത് പോയി ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഘട്ടത്തിൽ എന്താണ് മാധ്യമങ്ങളോട് പറഞ്ഞതെന്ന് അറിഞ്ഞെന്ന് അത് കോടതി പറയുകയും ചെയ്യുന്നുണ്ട്. അത് പരിശോധിക്കുമെന്ന് കോടതി ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു തരത്തിലുമുള്ള ന്യായീകരണം ഇല്ലെന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും നേരത്തെ തന്നെ കോടതി വ്യക്തമാക്കിയിരുന്നു ഈ അകത്ത് ഈ സഹതടവുകാരുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ അവരെ പുറത്തിറക്കാൻ, അല്ലെങ്കിൽ അവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തതിൻ്റെ കാര്യമടക്കം ബോബി ചെമ്മണ്ണൂർ പറയുന്നത് മാധ്യമ സൃഷ്ടി അല്ലെങ്കിൽ മാധ്യമ ശ്രദ്ധ വാങ്ങാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണെന്നുള്ളത് കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോഴും അതിരൂക്ഷ വിമർശനം തന്നെയാണ് കോടതി ഉന്നയിക്കുന്നത്. ഏതായാലും ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു എന്നാണ് ബോബിയുടെ അഭിഭാഷകൻ ഇപ്പോൾ കോടതിയോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കോടതി അത് എത്രത്തോളം ചെവിക്കൊണ്ടു എന്നുള്ളത് അറിയില്ല. 1:45
1:45 ഇനി അത് പരിഗണിക്കാം, വിശദമായ വിശദീകരണവുമായി വരിക എന്നുള്ളതാണ് കോടതി പറയുന്നത്. കൃത്യമായ വിശദീകരണം എന്തുകൊണ്ട് വൈകി എന്നുള്ളത് കൃത്യമായി തന്നെ വിശദീകരിക്കണമെന്ന് കോടതി പറയുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഏതായാലും 1:45 കേസ് പരിഗണിക്കുമ്പോൾ ഇനി എന്തായിരിക്കും നടപടി എന്നുള്ളതാണ് അറിയേണ്ടത്. കോടതി കൂടുതൽ കടുപ്പിച്ച് തന്നെ മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് കോടതി ഇപ്പോൾ പറഞ്ഞത് മുതിർന്ന അഭിഭാഷകൻ, നേരത്തെ കോടതി പറഞ്ഞിരുന്നു മുതിർന്ന അഭിഭാഷകനായ രാമൻ പിള്ള വന്ന് ചോദിച്ചത് കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ കൂടി പരിഗണിച്ചാണ് താൻ ഇന്നലെ ജാമ്യം നൽകിയത്. രാവിലെ ജാമ്യം അനുവദിച്ചു, ഉത്തരവ് 3:30 ഇറക്കുമെന്ന് പറഞ്ഞു. 3:30 തന്നെ ആ ഉത്തരവ് ഇറക്കുകയും ചെയ്തു. അതൊക്കെ രാമൻ പിള്ള എന്ന സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന അഭിഭാഷകനെ കൂടി അദ്ദേഹത്തോടുള്ള ബഹുമാനത്തിന് കൂടി ഭാഗമാണ്. പക്ഷേ ആ മുതിർന്ന അഭിഭാഷകനെ പോലും ബോബി ചെമ്മണ്ണൂർ അപമാനിച്ചു എന്നാണ് കോടതി ഇപ്പോൾ പറയുന്നത്. ബോബി നിയമത്തിന് മുകളിലാണോ എന്ന് കോടതി ചോദിക്കുകയാണ്. ഏതായാലും കൃത്യമായ വിശദീകരണം 1:45 നൽകണം എന്നുള്ള കാര്യം കോടതി പറയുന്നു. ഏതായാലും ഈ നിരുപാധിക മാപ്പപേക്ഷയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ബോബി ചെമ്മണ്ണൂരിന്റെ മാപ്പപേക്ഷ കോടതി എങ്ങനെ സ്വീകരിക്കുമെന്നുള്ളതാണ് ഇനി അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ, അതായത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഘട്ടത്തിൽ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ കാര്യം കോടതി പരിശോധിക്കും. അതെന്താണ് എന്നുള്ളത് കൃത്യമായി തന്നെ പരിശോധിക്കും. നമുക്കറിയാം നേരത്തെ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ കോടതി പറഞ്ഞിരുന്നു സഹതടവുകാരുടെ കാര്യം ബോബി ചെമ്മണ്ണൂർ നോക്കേണ്ട കാര്യമില്ല എന്ന് കോടതി വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ അത് വീണ്ടും പ്രതിസന്ധിയിലേക്ക് പോകുമോ എന്നാണ് അറിയേണ്ടത്. ഏതായാലും ഈ 1:45 കേസ് പരിഗണിക്കും. നേരത്തെ 12 മണിക്ക് ബോബി ചെമ്മണ്ണൂർ തൃശൂർ പ്രസ് ക്ലബിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. അതിപ്പോൾ മാറ്റി എന്നുള്ള വിവരം കൂടി പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. വാർത്താ സമ്മേളനം, അതായത് വാ തുറന്നാൽ അപകടമാവും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം വാർത്താ സമ്മേളനം മാറ്റിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള രാംകുമാറിനെ പോലും അപമാനിക്കുന്ന രീതിയിലാണ് ആ വ്യക്തി, ഇയാൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന പ്രതി ചെയ്തിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നു. ഇവിടെ സ്വന്തം അഭിഭാഷകർക്ക് പോലും കാര്യങ്ങൾ നേരാം വണ്ണം നിയമത്തിൻ്റെ വഴിയെ ക്രമീകരിക്കാൻ കഴിയാത്ത രീതിയിൽ ബോബി ചെമ്മണ്ണൂരിൽ നിന്ന് ഉണ്ടാകുന്ന അപ്രതീക്ഷിതമായ നീക്കങ്ങൾ അഭിഭാഷകർക്ക് പോലും കോടതിയിൽ നയപരമായും തന്ത്രപരമായും എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കണം എന്നുള്ളതിനെ അട്ടിമറിക്കുന്നത് പോലെയായി തീരുകയാണോ എന്നുള്ള സ്വാഭാവിക സംശയവും ഉണ്ട്. ഒരുപക്ഷെ റിമാൻഡ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പ് അഭിഭാഷകർക്ക് തീർച്ചയായിട്ടും ബോബി ചെമ്മണ്ണൂരുമായിട്ട് സംസാരിക്കാനും എങ്ങനെ വേണം മാധ്യമങ്ങളോട് സംസാരിക്കേണ്ടത് എന്ന് നിർദ്ദേശിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവണം. പക്ഷേ അതിലുപരിയായിട്ട് ഈ ഒരു സംഭാഷണം നടത്തിയിരിക്കുന്നു. ആ സംഭാഷണം കോടതിയെ കേൾപ്പിക്കണം, അത് പരിശോധിക്കണമെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. കോടതിക്ക് അത് മനസ്സിലായിട്ടുണ്ട്. എങ്കിലും തെളിവോടുകൂടി അത് രേഖപ്പെടുത്തണമെന്ന് കോടതി സൂചിപ്പിക്കുമ്പോൾ രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ വരുന്നു. അത് പരസ്പര വിരുദ്ധമാണ്. അത് മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. ആ വൈരുദ്ധ്യം എന്ന് പറയുന്നത് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങാൻ കഴിയാതിരുന്നതിന് കാരണമായിട്ട് അഭിഭാഷകൻ കോടതിയെ രേഖാമൂലം അറിയിച്ചതും വാക്കാൽ അറിയിച്ചതുമായ കാര്യമെന്ന് പറയുന്നത് ജയിലിലേക്ക് ട്രാഫിക് ബ്ലോക്ക് മൂലം എത്താൻ കഴിഞ്ഞില്ല, വൈകി, അതുകൊണ്ടാണ് ഇന്നലെ ഇറങ്ങാൻ കഴിയാതിരുന്നത്. ശരി, കോടതിയുടെ മുമ്പിലേക്ക് അത് വരുന്നു. ഇപ്പോൾ ഇതാ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങളോട് പറയുന്നു സഹതടവുകാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയായിരുന്നു, അതുകൊണ്ടാണ് ഇന്ന് ഇറങ്ങേണ്ടി വന്നത് എന്ന്. ഇത് രണ്ട് വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ മൊഴികളാണ്. അതുകൊണ്ടാണ് കൃത്യതയോടുകൂടിയുള്ള വിശദീകരണം വേണമെന്ന് പറയുന്നത്. കൃത്യതയോടുകൂടിയുള്ള വിശദീകരണം എന്നുള്ള നിലയ്ക്ക് ട്രാഫിക് ബ്ലോക്കിൻ്റെ കാര്യം ഇപ്പോൾ എടുത്തു പറഞ്ഞാൽ കോടതിക്ക് തിരിച്ചു ചോദിക്കാൻ പറയും അതല്ലല്ലോ ഇങ്ങനെയാണല്ലോ എന്ന്. ഇതാണ് എന്ന് പറഞ്ഞാൽ ഇന്നലെ പറഞ്ഞത്. അപ്പോൾ ഏതോ ഒരു നുണ പറഞ്ഞിരിക്കുന്നു. ഇതിലേതാണ് നുണ, ഏതാണ് യാഥാർത്ഥ്യം? കോടതിയെ കളിയാക്കുകയാണോ? കോടതിയോട് യുദ്ധപ്രഖ്യാപനം നടത്തുകയാണോ? അതുകൊണ്ട് തന്നെ 1:45 എന്ന് പറയുന്ന സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പോകുന്ന നടപടിയെക്കുറിച്ച് നമ്മൾക്കിപ്പോൾ സൂചിപ്പിക്കാൻ കഴിയില്ല. അത് കടന്ന കൈയായിരിക്കും. പക്ഷേ വേണമെങ്കിൽ ജാമ്യം നിഷേധിച്ച് വീണ്ടും റിമാൻഡ് ചെയ്യപ്പെടാവുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ കോടതിക്ക് കഴിയും എന്നുള്ള നേരത്തെ പറഞ്ഞ താക്കീത് ഇപ്പോൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ ആന്റണി? ജസ്റ്റ് പറഞ്ഞു. തീർച്ചയായും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കോടതി ഈ ഒരു തരത്തിലും പിറകോട്ട് അല്ലെങ്കിൽ ഈ വിശദീകരണം നൽകുമ്പോഴെങ്കിലും കോടതി അയമെന്ന് കരുതി. പക്ഷേ കോടതി കൂടുതൽ കടുപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കോടതി ചോദിച്ച മറ്റൊരു കാര്യം ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയോടും ജുഡീഷ്യറിയോടും കളിക്കുകയാണോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. മാത്രമല്ല എന്തും വില കൊടുത്ത് വാങ്ങാമെന്ന് കരുതരുത് എന്നുള്ളൊരു വിമർശനം കൂടി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട
പ്രധാനപ്പെട്ട ഒരു കാര്യമായി. അതുകൊണ്ട് അതായത് എന്തും വില കൊടുത്ത് വാങ്ങാമെന്ന് പറയുമ്പോൾ, എന്തും വില കൊടുത്ത് വാങ്ങാമെന്ന് ആന്റണി പറയുമ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് വരുന്നത് 15,000-ഉം 10,000-ഉം ഒന്നും കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ നിൽക്കുന്ന പാവപ്പെട്ടവരായിട്ടുള്ളവർ, ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് കൊടുക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ റിമാൻഡ് ചെയ്യപ്പെട്ടവർ എന്ന് പറയുമ്പോൾ ആ 10,000-ഉം 20,000-ഉം ഒക്കെ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഒരു പ്രതിച്ഛായ നിർമ്മിതിയാണ്. അപ്പോൾ എന്തും പണം കൊടുത്ത് എന്നുള്ള വാക്ക് ഒരു പക്ഷേ ആ അർത്ഥത്തിലായിരിക്കാം കോടതി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, അല്ലേ? തീർച്ചയായും ഇക്കാര്യങ്ങളിലടക്കം നേരത്തെ കോടതി ഉന്നയിച്ചിരുന്ന കാര്യങ്ങളാണ്. ഏതായാലും അത്തരത്തിൽ ഒന്നും നിയമത്തിന് ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തി നേരത്തെ ജാമ്യ ഹർജി വന്ന ഘട്ടത്തിൽ ഇത് അടിയന്തരമായി പരിഗണിക്കണമെന്ന് കോടതിക്ക് മുന്നിൽ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ ഉന്നയിച്ച ഘട്ടത്തിൽ പറഞ്ഞിരുന്നു. ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തി അത്ര പ്രധാനപ്പെട്ട ആളല്ല, മറ്റ് ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്കുള്ള അവകാശം മാത്രമേ ഈ ബോബി ചെമ്മണ്ണൂരിനുള്ളൂ എന്നുള്ളത് അന്ന് തന്നെ ഹൈക്കോടതി വ്യക്തമാക്കിയതാണ്. ഏതായാലും ഇപ്പോഴും കോടതി അത് തന്നെയാണ് പറയുന്നത് എന്നുള്ളതാണ്. എന്തും വില കൊടുത്ത് വാങ്ങാമെന്ന് ഉള്ള കാര്യം അത് വേണ്ട, അത് പാടില്ല എന്നുള്ളത് തന്നെയാണ് കോടതി വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ വിവിധ തലങ്ങളിലുള്ള വിമർശനം കോടതി കടുപ്പിച്ച് ഉന്നയിക്കുകയാണ് നിലവിൽ ചെയ്യുന്നത്. ഇനി എന്തായാലും 1:45 കൃത്യമായ വിശദീകരണം നൽകണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത്. ബ്ലോക്ക് കിട്ടിയത് കൊണ്ട് അല്ലെങ്കിൽ ജാമ്യ ഉത്തരവ് കിട്ടി വൈകിയാണ് അത് അവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്, അതുകൊണ്ട് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞെങ്കിലും കോടതി അത് കേൾക്കുന്നില്ല. കൃത്യമായ ഉത്തരം വേണമെന്ന് കോടതി പറയുമ്പോൾ ഈ പറഞ്ഞത് മാധ്യമങ്ങൾക്ക് മുന്നിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പറഞ്ഞത് എന്ത് എന്നുള്ളത് അറിയണം, അത് കൃത്യമായി തന്നെ വിശദീകരിക്കണം. 1:45 കൃത്യമായ വിശദീകരണം വേണം എന്നുള്ളതാണ് ഇപ്പോൾ കോടതിയുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. മാത്രമല്ല, കഴിഞ്ഞ തവണ നാടകം കളിക്കുകയാണോ, അതുപോലെ തന്നെ അത്തരത്തിലുള്ള വിമർശനങ്ങൾ, ജാമ്യം റദ്ദാക്കി അറസ്റ്റ് ചെയ്യും, അതുപോലെ തന്നെ ഈ വിചാരണയൊക്കെ വേഗത്തിൽ പൂട്ടി പുറത്തിറങ്ങാതെ ജയിലിലാക്കാൻ കഴിയും എന്നുള്ള കാര്യങ്ങളടക്കം കോടതി പറഞ്ഞെങ്കിൽ ഇത്തവണ ബോബി ചെമ്മണ്ണൂർ നടത്തുന്നത് ജുഡീഷ്യറിയോടുള്ള കോടതിയോടുള്ള യുദ്ധപ്രഖ്യാപനമാണോ, അല്ലെങ്കിൽ ഹൈക്കോടതിയോടും ജുഡീഷ്യറിയോടും കളിക്കുകയാണോ എന്നതടക്കമുള്ള ചോദ്യങ്ങളിലേക്ക് മാറുന്നു. കൂടുതൽ കടുപ്പിക്കുകയാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ ഈ ഹർജി ഈ ഘട്ടത്തിൽ പരിഗണിച്ചപ്പോൾ ഉള്ളത്. ഏതായാലും 1:45 പരിഗണിക്കുമ്പോൾ കൃത്യമായ വിശദീകരണം നൽകിയില്ലെങ്കിൽ കോടതിയുടെ ആ ഒരു നിലപാട് അത് കൂടുതൽ കർക്കശമാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ബനേഷ്, ശരി, അപ്പോൾ 1:45 കാണാം. ഇപ്പോൾ 12 മണി കഴിഞ്ഞ് 21 മിനിറ്റ്. ഇനി 1 മണിക്കൂറും 22 മിനിറ്റ് മാത്രമേ 1:45 ആകാൻ സമയമുള്ളൂ. ആ സമയത്ത് ഈ വാർത്തയുമായി നമ്മൾക്ക് തിരികെ എത്താം. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമെന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവും KPCC ജനറൽ സെക്രട്ടറിയുമായ ആര്യാടൻ ഷൗക്കത്തിനെതിരെ വീണ്ടും വിമർശനവുമായി വന്നിരിക്കുകയാണ് മുൻ നിലമ്പൂർ MLA യും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ PV അൻവർ. നാട്ടിൽ നടക്കുന്ന